നിങ്ങളത് എങ്ങോട്ടാ കുളിച്ചൊരുങ്ങി? നീതുമുള്ള വീട്ടിലേക്ക്. എന്റെ മനുഷ്യൻ നിങ്ങളുടെ കാല് വയ്യാത്തല്ല. നീ ഒന്ന് പോയേ. ഞാൻ കൊച്ചിനെ കണ്ടിട്ട് എത്ര നാളായിന്ന് അറിയോ? ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. ആ ഇത് കുടിച്ചില്ലെങ്കിൽ ഞാൻ ഇപ്പൊ ടി വി ഓഫ് ചെയ്യേ. അച്ഛനാ? അച്ഛനെന്താ പറയാതെ വന്ന്? പൈസ അയച്ചു തന്നല്ലേ? എന്തായാലും ആവശ്യമുണ്ടെങ്കിൽ അങ്ങോട്ട് വരുന്നല്ലോ. അത് പിന്നെ മോളെ കൊച്ചിനെ കണ്ടിട്ട് എത്ര ദിവസമായി? അച്ഛൻ ഇന്നാണ് ഇവിടെ ദീപകിന്റെ ഫ്രണ്ട്സ് ഒക്കെ വരുന്നുണ്ട്. അച്ഛൻ ഈ കോലത്തിൽ കണ്ടതിന് നാണക്കേടല്ലേ? ഒന്ന് പറഞ്ഞിട്ട് വന്നൂടായിരുന്നോ? എന്താ അമ്മൂട്ടി അമ്മ എന്താ അവിടെ ഉണ്ട് മോനെ. അവള് കൂടുതലായിരുന്ന. എന്നാലൊന്ന് പറഞ്ഞിട്ടൊക്കെ വന്നൂടെ അച്ഛാ? ഇന്നിവിടെ ആൾക്കാരൊക്കെ വരുന്നല്ലേ. അച്ഛൻ ഈ മുഷിഞ്ഞ ഷർട്ട് കണ്ടതിന് നാണക്കേടല്ലേ? ദീപ ഒരു നല്ല ഷർട്ട് എടുത്ത് കൊടുത്തേ, ഞാൻ വെള്ളം എടുത്തിട്ട് വരാം. അമ്മൂട്ടി ഉപ്പൻ കുറ്റ കൊണ്ടുവന്ന നോക്കി. കേക്ക് അമ്മുക്കുട്ടിയെ പോലെ തന്നെയായിരുന്നു അവളുടെ അമ്മയും. പണ്ട് ഞാൻ പണി കഴിഞ്ഞ് വരുമ്പോഴേ ഞാൻ കൊണ്ടുവരുന്ന പൊതിയും കാത്ത് അവൾ ഉമ്മർത്ത് നോക്കി നിൽക്കും. എന്നിട്ടേ ആ പൊതി പൊട്ടിച്ച് ആദ്യം എനിക്ക് തരും. ആരിരോ ആരാരിരോ ഇത് തന്തയിൻ താലാട്ട്, ഭൂമിയെ പുതിതാനത് ഇവൾ മഴലയിൻ മൊഴി കേട്ട്. ഇതൊക്കെ ആർക്ക് വേണം? നമ്മളൊക്കെ മറ്റുള്ളവർക്ക് ഒരു കുറച്ചിലല്ലേ മോനെ. എന്നാ അച്ഛൻ ഇറങ്ങിട്ടെ അവളോട് പറഞ്ഞാൽ മതി. ഇനി ആളുകളൊക്കെ വരുമ്പോഴേ അച്ഛൻ്റെ മുഷിഞ്ഞ കോലം കണ്ട് അവൾക്കൊരു നാണക്കേട് വേണ്ട. അച്ഛനെവിടെ പോയി? പോയിന്നാ? പിന്നല്ലാതെ നീ എന്ത് വർത്താനം പറഞ്ഞ? ആ മനുഷ്യൻ ഒരു ആയുസ് മുഴുവൻ കഷ്ടപ്പെട്ടിട്ടാ നിന്നെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ. എന്നിട്ട് നീ എന്ത് വർത്താനാ പറഞ്ഞ? ആൾക്കാർ വരുമ്പോ ആ മനുഷ്യനെ കണ്ട നിനക്ക് നാണക്കേടാണ് അല്ലേ? കഷ്ടം. സോറി അച്ഛൻ.